ഗുഡ് മോർണിംഗ്. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ ആ ഒരു വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നമ്മുടെ സച്ചിക്കാണെങ്കിൽ 100 കൂട്ടം സംശയങ്ങളാണ്. രവിയോട് പറഞ്ഞു, അച്ഛ സത്യം പറയച്ച, അച്ഛൻ എപ്പോഴാ അച്ഛമ്മയ്ക്ക് ഉണ്ടായത്? ഇനി അച്ഛൻ അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അച്ഛനൊരു കാര്യം പറയും, സുധി എപ്പോഴാണ് നിങ്ങൾക്ക് ജനിച്ചത്? അപ്പം രവി ആണെങ്കിൽ പറഞ്ഞു, എൻ്റെ മോനെ, നിന്റെ അമ്മ നിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ, അവളോട് നീ ഒന്ന് ചോദിക്കുന്നു പറഞ്ഞു. ചന്ദ്രയാണെങ്കിൽ, എടാ നിനക്ക് എന്തൊക്കെ സംശയങ്ങളാണ്? ആവശ്യമില്ലാത്ത സംശയങ്ങളൊന്നും ചോദിച്ച് ഇവിടെ നിൽക്കണ്ട, നീ പോയി നിന്റെ പണി നോക്കെന്ന് പറഞ്ഞു. ആ അച്ഛ പ്ലീസ് അച്ഛ, എനിക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചതല്ലേ, ഒന്ന് പറയുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയാണെങ്കിൽ രവിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ രവി പറഞ്ഞു, ഏതോ ഒരു 11ാം മാസം കണ്ടായെന്ന് തോന്നുന്നു, അപ്പോഴെങ്ങാണ്ട് ജനിച്ചതാണ് ഇവനെന്ന് പറഞ്ഞതും. ആഹാ, അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം കഴിഞ്ഞ് 11ാമത്തെ മാസമാണോ ഇവൻ ജനിച്ചത്? വെറുതെ അല്ല, നിങ്ങളൊന്ന് സെറ്റിലാകുന്നതിന് മുന്നേ ഇവനിങ്ങ് ചാടിപ്പോന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ രവിക്ക് ദേഷ്യം വരെയാണ്. എൻ്റെ പൊന്നു മോനെ, നീ പോയിട്ട് നിനക്ക് വണ്ടി ഓടിക്കാൻ പോകേണ്ടതല്ലേ, വേഗം പോയി കുളിച്ചിട്ട് വാന്നൊക്കെ പറഞ്ഞ് അവനെ ഓടിച്ചു വിടുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ട് ചിരിച്ചു കുഴഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുമ്പം ചന്ദ്രമതിക്കാണെങ്കിലോ, അല്ല അടുക്കളയിൽ വേറെ പണിയൊന്നും ഇല്ലേ, ഇത് നോക്കി ഇവിടെ നിന്നാ മതിയോ എന്ന് ചോദിച്ച് ചന്ദ്രൻ നമ്മുടെ രേവതിയോട് കിച്ചൺ ഡ്യൂട്ടിക്ക് പോവാൻ പറയുകയാണ്. അവളാണെങ്കിലോ, അമ്മ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാന്നും പറഞ്ഞ് ചിരിച്ച മുഖത്തോടു കൂടി, അതും നാണത്തോടു കൂടി കിച്ചണിലേക്ക് പോവുക. പിന്നീടാണെങ്കിൽ നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും കൂടി ഇരുന്ന് ഭയങ്കര ആലോചന. അല്ല ആൻറ്റി, ഈ രേവതിക്ക് ഇത് എന്ത് പറ്റി? രേവതി ഇന്ന് ഫുള്ള് സന്തോഷത്തിലാണല്ലോ. അത് തന്നെയാ മോളെ കുറച്ച് സമയമായിട്ട് അമ്മയെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. സച്ചിക്കും എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ട്, രേവതിക്കും ഉണ്ട്. ഞാൻ മോളോട് ഒരു കാര്യം പറയാണ്, ശ്രുതി ഇപ്പൊ കുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ മോളെ, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടാവണം. രേവതിക്കും സച്ചിക്കും കുഞ്ഞുണ്ടാവുന്നതിന് മുന്നേ നിങ്ങളുടെ കുഞ്ഞിനെ എനിക്ക് കാണണമെന്നൊക്കെ പറഞ്ഞു. ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ, അത് ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി ഒന്ന് മടിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര പറഞ്ഞതാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ശ്രുതി അതൊക്കെ കേട്ട് നിൽക്കുകയാണ്. പിന്നീടാണെങ്കിൽ സച്ചി കുളിയൊക്കെ കഴിഞ്ഞെത്തി. അപ്പൊ രേവതി ആണെങ്കിൽ റൂമിൽ വന്നിട്ട് നമ്മുടെ സച്ചിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക. അപ്പൊ സച്ചി ആണെങ്കിലോ കുളി കഴിഞ്ഞ് ഇങ്ങ് വന്നത് കൊണ്ട് തന്നെ സച്ചി ഇങ്ങനെ മേലൊക്കെ പൊത്തിപ്പിടിച്ചു, നാണം കൊണ്ടാണേ. അങ്ങനെ അവൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും രേവതി പറഞ്ഞു, കുളി കഴിഞ്ഞതല്ലേ, ഈ ഡ്രസ്സ് ഇടൂ കേട്ടോ. അല്ല അതിനിപ്പോ എന്തിനാ ഈ ഡ്രസ്സ്? ഞാൻ അലമാരിൽ വേറെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, എനിക്ക് അതിൽ നിന്ന് ഏതെങ്കിലും മതി. അതൊന്നും പറഞ്ഞ പറ്റില്ല, നിങ്ങൾ ഇന്ന് ഈ ഡ്രസ്സ് ഇട്, ഈ ഡ്രസ്സ് ഇട്ട് നിങ്ങളെ കാണാൻ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ രേവതി പറയുമ്പോൾ, ആണോ അത്രയ്ക്ക് ആഗ്രഹമൊക്കെ ഉണ്ടോ? എന്നൊരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് തിരിഞ്ഞു നിന്നെ, എനിക്ക് ഇതൊക്കെ ഒന്ന് ഇടണമെന്ന് പറഞ്ഞ് സച്ചി നമ്മുടെ രേവതിയോട് തിരിഞ്ഞു നിൽക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവൻ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടു. അതിനുശേഷമാണെങ്കിൽ നമ്മളെ രേവതി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, ഇന്ന് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പം, അതൊന്നും പറ്റുമൊന്നുമില്ല, ഞാനേ ഇവിടെ നിന്ന് കാർ ഓടിക്കാനാ പോകുന്നത്, അല്ലാതെ ഓഫീസ് ജോലിക്കൊന്നും അല്ല. ഓഫീസിൽ പോകുന്ന ആൾക്കാർ ആ രീതിക്ക് പോകണം, ഞാൻ പോകുന്നത് എപ്പോൾ എങ്ങനെയൊക്കെ ആകും എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഇൻസേർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തിനാണ്, പ്ലീസ്, എനിക്ക് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടല്ലേ, ഞാൻ ഇതുവരെ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. രേവതി തന്നെ നമ്മുടെ സച്ചിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കിനും അവൻ പറഞ്ഞു, അയ്യോ വേണ്ട വേണ്ട, എൻ്റെ മേത്തൊന്നും തൊടല്ലേ, ഞാൻ ഇപ്പം തന്നെ ശരിയായിക്കോളാന്നും പറഞ്ഞ് അവൻ തനിയെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മുടെ രേവതി അവിടെ നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ സച്ചി പറഞ്ഞു, നീ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെക്ക്, ഞാൻ താഴേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി ഇങ്ങനെ ഒരുങ്ങി വരുന്ന ആ ഒരു സമയം രേവതി ഇങ്ങനെ കാണുകയാണ്. രേവതി പെട്ടെന്ന് തന്നെ നമ്മുടെ രവിയെയും അതുപോലെ തന്നെ ശ്രീകാന്തിനെയും ഒക്കെ വിളിച്ച് കാണിച്ചു, കണ്ടില്ലേ എൻ്റെ സച്ചിയേട്ടൻ വരുന്നത്. സച്ചി ഫുൾ ഗെറ്റപ്പിൽ നല്ല ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിൽ ഇവൻ്റെ ഈ വരവ് കണ്ടിട്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ എന്താ ഇപ്പൊ പറയേണ്ടത്? രവിയും അതുപോലെ ശ്രീകാന്തും ഒക്കെ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അവര് പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് ഇപ്പൊ സച്ചിയെ കാണാനായിട്ട്. രേവതിക്കും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. സച്ചിയാണെങ്കിലോ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും രവി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, മോനെ എന്ത് ഭംഗിയാ നിന്നെ കാണാനായിട്ട്, ഇതുപോലെ എല്ലാ ദിവസവും പോയാൽ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു.
പിന്നെ ശരി തന്നെയാണ്. ഇവൻ പോകുന്നത് ഫ്ലൈറ്റ് ഓടിക്കാനല്ലേ? അല്ല, ഫ്ലൈറ്റ് ഓടിക്കാനുള്ള സമയമൊക്കെ ആയോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി നമ്മുടെ സച്ചിയെ കളിയാക്കുകയാണ്. അപ്പം ഈ ഒരു കമന്റ് കേട്ടതും ശ്രുതിയും കൂടി ഇരുന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇത് കാണുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതിക്കും അതുപോലെ തന്നെ ശ്രീകാന്തിനും അതുപോലെ രവിക്കും ഒക്കെ ദേഷ്യം വരികയാണ്. ശ്രീകാന്ത് പറഞ്ഞു, എടാ ശ്രുതി, നിനക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? അപ്പൊ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും പുള്ളിക്കാരനെ അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അല്ലേലും അവൻ വെറും ഒരു കാർ ഡ്രൈവർ അല്ലേ, ഇതിപ്പം കറവക്കാരൻ കോട്ടും സൂട്ടും ഇട്ട് വന്നതുപോലെ ഉണ്ടെന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ കളിയാക്കുമ്പോഴത്തേക്കിനും രേവതിക്ക് ശരിക്കും അങ്ങ് ദേഷ്യം വന്നു. രേവതി പറഞ്ഞു, അതെ, അദ്ദേഹത്തിന്റെ ഡ്രസ്സിങ്ങും അതുപോലെ തന്നെ ആ ഒരു സ്റ്റൈലും ഒക്കെ ഒന്ന് നോക്ക്, അല്ലാതെ ചുമ്മാ നിന്ന് കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു. സച്ചിയാണെങ്കിലോ പല രീതിയിൽ പല പോസിൽ നിന്നു. അപ്പൊ നമ്മുടെ രവി പറഞ്ഞു, ഒരു കാര്യം ചെയ്, എൻ്റെ മോൻ ഇവിടെ ഒന്ന് നിന്നേ, ഞാൻ ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അച്ഛമ്മയുടെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇതൊക്കെ കാണുമ്പം വലിയ സന്തോഷമാകുമെന്നും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ സച്ചിയാണെങ്കിൽ പല രീതിയിൽ പല സ്റ്റൈലിൽ നിന്നിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ്. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ഒന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. 3 പേരും കൂടെ ഇങ്ങനെ കുശുമ്പ് മൂത്ത് അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോൾ അങ്ങനെ ആ ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചിയാണെങ്കിലും എന്നാ ശരി കേട്ടോ, എനിക്ക് പോയിട്ട് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അവൻ ജോലിക്ക് പോവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അന്നേരം തന്നെ നമ്മുടെ രേവതി പറഞ്ഞു, അതെ, ഭക്ഷണമൊക്കെ തയ്യാറായിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതിയെന്നും പറഞ്ഞ് നമ്മുടെ സച്ചിക്ക് വേണ്ടുന്ന ഫുഡൊക്കെ എടുത്തു കൊടുത്തു. അപ്പൊ അതിനുശേഷം സച്ചിയാണെങ്കിലും എന്നാ ശരി രേവതി, സമയമൊന്നുമില്ല, എന്നാലും ഇരുന്നേക്കാന്ന് പറഞ്ഞു. രവിയെയും അതുപോലെ തന്നെ ശ്രീകാന്തിനെയും ഒക്കെ അവിടെ പിടിച്ചിരുത്തി സച്ചിക്ക് നമ്മുടെ രേവതി വാരി കൊടുക്കുമ്പോഴത്തേക്കിനും ഇത് കാണുമ്പം രവിക്കും ശ്രീകാന്തിനും ഒക്കെ ഒരുപാട് സന്തോഷമായി. ചന്ദ്രമതി ആണെങ്കിലും ഇതെന്തൊക്കെയാ കാണുന്നത്, ഈശ്വര, ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകാതെ ചന്ദ്രമതി വണ്ടടിച്ച് നിൽക്കുകയാണ്. അപ്പം ശ്രീകാന്ത് പറഞ്ഞു, എടാ സുധി, ഇങ്ങ് വാ, നല്ല ബൂരിയും അതുപോലെ തന്നെ കിഴങ്ങ് കറിയൊക്കെ ഉണ്ട്, ഇവിടെ വന്നിരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞു. അവൻ കഴിക്കാനായിട്ട് എഴുന്നേറ്റ് വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു, അതെ, ഇവൻ എന്തോ ഒരു സിറ്റി വരുമെന്ന് ഇവന്റെ ഭാര്യ പറഞ്ഞല്ലോ. അതെന്ത് സിറ്റിയാ ശ്രീകാന്തി എന്ന് ചോദിച്ചതും, അതെ, അസിഡിറ്റിയാണ്. അപ്പം അസിഡിറ്റി ഉണ്ടാവും, നീ രാവിലെ ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കണ്ട, നീ ഒരു കാര്യം ചെയ്, ആ ABCD ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പം ആർത്തി മൂത്ത് വന്ന നമ്മുടെ സുധിയാണെങ്കിൽ ഇവൻ മനുഷ്യനെ കൊണ്ട് തിന്നാനും സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ബാ സുധി, നിനക്ക് ഞാൻ ABC ജ്യൂസ് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് ശ്രുതി ആ കിച്ചണിലേക്ക് പോവാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും രേവതി പറഞ്ഞു, വാ, ഞാനും കൂടെ വരാം, ഞാനും കൂടെ വന്ന് യാത്രയാക്കാന്ന് പറഞ്ഞു. അല്ല, ഇതെന്താപ്പം ഇന്ന് പുതിയൊരു പതിവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചിയും വളരെയധികം സന്തോഷത്തിലാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടെ, ആൻറ്റി, ഇതെന്തൊക്കെയാ ആൻറ്റി ഇവിടെ നടക്കുന്നത്, എനിക്ക് നല്ല സംശയമുണ്ട്, ഇവർ തമ്മിൽ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അപ്പൊ ഇവളിങ്ങനെ പറയുമ്പം എനിക്കും അത് തന്നെയാ മോളെ തോന്നുന്നത്, അവളുടെ മുഖത്തെ ആ ഒരു സന്തോഷമൊക്കെ കണ്ടില്ലേ, മിക്കവാറും അവർ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ജീവിതമൊക്കെ തുടങ്ങിയെന്നാ തോന്നുന്നത്. ഇനിയിപ്പം എന്ത് ചെയ്യാനാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇവന്റെ സ്വഭാവം ആയതുകൊണ്ട് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കിനും അവൻ തന്നെ അവളെ അടിച്ച് പുറത്താക്കിക്കോളൂ എന്നും കൂടി ചന്ദ്ര പറയാണ്. അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ സച്ചിയെ യാത്രയാക്കാൻ രേവതി അവിടെ വന്ന് നിന്നതും സച്ചിയുടെ ഈ ഒരു ലുക്ക് കണ്ടപ്പം രേവതി പറഞ്ഞു, അതെ, നമുക്കൊരു സെൽഫി എടുത്താലോ. സെൽഫി എടുക്കാനോ? എന്നാ ആയിക്കോട്ടെ, ഇങ്ങ് ചേർന്ന് നിൽക്കെന്നും പറഞ്ഞ് രേവതിയെ ചേർത്ത് നിർത്തിയിട്ട് നമ്മുടെ സച്ചി ഇതാ സെൽഫി എടുക്കുകയാണ്. അപ്പം അവളാണെങ്കിൽ വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മുടെ സച്ചിയോട് ചേർന്ന് നിൽക്കുകയാണ്. അതിനുശേഷം സച്ചി എന്തോ ഒരു കാര്യം പറയാനുണ്ട് എന്നുള്ളത് പോലെ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം അവളാണെങ്കിൽ ഭയങ്കര നാണത്തോടു കൂടി അങ്ങനെ നിന്നു വിട്ടോ. രേവതി വിചാരിച്ചു ഇപ്പോൾ ഒരു ഉമ്മ കിട്ടുമെന്ന് തന്നെ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ദാ സച്ചി അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര ചൂടൊക്കെ അല്ലേ, ഈ ഡ്രസ്സ് ഇൻസേർട്ട് ചെയ്തതൊക്കെ ഞാൻ എടുത്ത് വെളിയിലേക്ക് ഇടും കേട്ടോ, അതിലൊന്നും പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുമ്പം അതിലൊന്നും പ്രശ്നമില്ല എന്നും പറഞ്ഞ് നാണത്തോടു കൂടി നിൽക്കുന്ന നമ്മുടെ രേവതിയെ കാണിക്കുക. എന്നാ ആയിക്കോട്ടെ, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് സച്ചി നമ്മുടെ രേവതിയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പം അവൾ സച്ചിക്ക് ടാറ്റ കൊടുക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ദാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണണം കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഓക്കേ.